കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും മാപ്പാക്കി തരുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ആലി ഇമ്രാൻ, അതിലെ 112, 116, 117 രണ്ട് ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചാണ്. നന്മ ഉപദേശിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും നന്മ ഉപദേശിക്കുകയും തിന്മ വിലക്കുകയും നന്മയായ കാര്യങ്ങളിൽ യാതൊരു പിന്തലും കൂടാതെ ധൃതിയായി ആ നന്മയായ കാര്യങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ ധൃതി കാണിക്കുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളായ ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിട്ടുള്ള വലിയ വലിയ അനുഗ്രഹങ്ങളും സമ്മാനങ്ങളെ സംബന്ധിച്ചാണ് കേട്ടത്. എന്നാൽ മറ്റൊരു ഭാഗത്ത് ചില ആളുകളുണ്ട്, ഇന്നല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ. അവർ ഈ ഭൂമി ലോകത്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷെ അള്ളാഹുവിലുള്ള വിശ്വാസമില്ല, ആഖിറത്തിലുള്ള വിശ്വാസമില്ല, അല്ലെങ്കിൽ വികലമായ വിശ്വാസമാണ്. പക്ഷേ അവര് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് സമ്പത്തുകൾ ചെലവഴിച്ച് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവർക്ക് വലിയൊരു പ്രതീക്ഷയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഒപ്പം അതിനോടൊപ്പം ഒരു ഉദാഹരണത്തിലൂടെ അല്ലാഹു നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി തരികയും ചെയ്യുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഈമാനാണ്. ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്നു, നമ്മൾ നോമ്പ് പിടിക്കുന്നു, നമ്മൾ സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, പാതിരാ നേരത്ത് നിസ്കരിക്കുന്നു, ആളുകളോട് നല്ല വർത്തമാനം പറയുന്നു, നല്ല നിലയിൽ ഇടപഴകുന്നു, കുടുംബബന്ധം ചേർക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഈമാനായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, അതാണ് അടിത്തറ. എങ്കിൽ മാത്രമേ നമ്മൾ ഈ മുകളിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റബ്ബിന്റെ അടുക്കൽ വിലയുള്ളൂ, സ്വീകാര്യമുള്ളൂ. ഇന്നല്ലദീന കഫറൂ, തീർച്ചയായും സത്യനിഷേധികൾ, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ, അന്ത്യദിനത്തിൽ വിശ്വാസമില്ലാത്തവർ, പ്രവാചകനെ അംഗീകരിക്കാത്തവർ, അങ്ങനെയുള്ള സത്യനിഷേധികളായ ആളുകൾ ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ, അവരുടെ സമ്പത്തും അവരുടെ സന്താനങ്ങളും അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് തീരെ തന്നെ അവരെ രക്ഷിക്കുകയില്ല. അവരുടെ സമ്പത്തും രക്ഷിക്കുകയില്ല, അവരുടെ സന്താനങ്ങളും രക്ഷിക്കുകയില്ല നാളെ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന്. വല്ലാഹു, മാത്രമല്ല വഉലൈക അസ്ഹാബുന്നാർ, അവരൊക്കെ നരകത്തിന്റെ കൊള്ളികളാണ്, നരകത്തിന്റെ അഹലുകാരാണ്. ഹും ഫീഹാ ഖാലിദൂൻ, ഈമാൻ ഇല്ലാത്തതിന്റെ പേരിൽ അവര് അവിടെ നിത്യവാസികളോ ആയിരിക്കും. അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് പുറത്തു വരാം എന്നുള്ള പ്രതീക്ഷയും അവർക്കില്ല. അവർ നിത്യവാസികളാണ്. ഇതൊക്കെ അസന്നിഗ്ധമായുള്ളൊരു പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനത്തിൽ മായമില്ല. ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് ഒരു മനുഷ്യന് ഈമാനുണ്ട്, ഒരു ചെറിയൊരു കണിക ഈമാൻ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട്. പക്ഷേ വലിയ തെറ്റുകളും കുറ്റങ്ങളിലുമായി തൗബ ചെയ്യാതെ കഴിഞ്ഞുകൂടിയ മനുഷ്യനാണ്. അതിന്റെ പേരിൽ നാളെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, കാലങ്ങളോളം അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പക്ഷെ എങ്കിലും അവനൊരു പ്രതീക്ഷയുണ്ട്. എന്താ പ്രതീക്ഷ? അവൻ നരകത്തിൽ നിത്യവാസിയല്ല, സ്ഥിരവാസിയല്ല. ഒരു സമയത്ത് അവന്റെ അണിമണി തൂക്കം ഈമാൻ ഉള്ളതിന്റെ പേരിൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പറയപ്പെടുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ പോലും ആർക്കില്ല? കാഫിറിലില്ല. സത്യനിഷേധികളായ ആളുകൾക്ക് ആ ഒരു പ്രതീക്ഷ പോലും ഇല്ല. കാരണം അല്ലാഹു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്, ഹും ഫീഹാ ഖാലിദൂൻ. അതാണ് തീർത്തു പറഞ്ഞിരിക്കുകയാണ്, ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. ഒരിക്കലും അവർക്ക് അതിൽ നിന്ന് വേറൊരു മോചനമേ ഇല്ല എന്ന് അല്ലാഹു തീർത്തു പറഞ്ഞിരിക്കുകയാണ്.
നോക്കൂ, ഒരു ഉദാഹരണത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഈ ഭൂമി ലോകത്ത് ചെയ്യുന്ന നന്മകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ദാനധർമ്മങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുമല്ലോ, അവരൊക്കെ എന്തെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെയൊക്കെ പ്രതിഫലങ്ങൾ അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു കൊടുത്തു തീർക്കും. അള്ളാഹ് നീതിമാനാണല്ലോ. അവരെ ചിലപ്പോൾ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും, അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി കൊടുക്കും, അവർക്ക് ചിലപ്പോൾ സാമ്പത്തികമായ ഉന്നതി അള്ളാഹു താല കൊടുക്കും, അതേപോലെ തന്നെ അവരുടെ വിഷമങ്ങളെ ചിലപ്പോൾ മാറ്റിക്കൊടുക്കും. ഇതൊക്കെ അള്ളാഹു കരുണയുള്ളവനാണല്ലോ. അവൻ അതിൻ്റെ പേരിൽ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അടിമ എന്ന് പറയപ്പെടുന്ന ആ വിശാലമായ കാഴ്ചപ്പാടിൽ അള്ളാഹു ഒരു പക്ഷേ ചെയ്തു കൊടുത്തേക്കാം. പക്ഷേ പ്രതിഫലം എന്ന നിലയിൽ നാളെ ആഖിറത്തിൽ അവരുടെ കരങ്ങളെല്ലാം ശൂന്യമായിരിക്കും. അള്ളാഹ് പറയുകയാണ്, മസലു മാ യുൻഫിഖൂന ഫീ ഹാദിഹിൽ ഹയാത്തിദ് ദുനിയാ, ഐഹിക ജീവിതത്തിൽ അവർ ചിലവഴിക്കുന്നതിന്റെ ഉപമ, ഐഹിക ജീവിതത്തിൽ അവർ ചിലവഴിക്കുന്നതിന്റെ ഉപമ, സമ്പത്ത് ചിലവഴിക്കുന്നതിന്റെ ഉപമ, കമസലി റീഹിൻ, ഒരു കാറ്റ് പോലെയാണ്. വെറും കാറ്റല്ല, ഫീഹാ സിർറുൻ, ഒരു തണുത്ത കാറ്റ്, ഒരു തണുത്ത ശീതക്കാറ്റ് അടിച്ചു വീശുന്നത് പോലെയാണ് അവർ ഈ ദുനിയാവിൽ ചെയ്യുന്ന ചിലവഴിക്കുന്ന സമ്പത്തുക്കളുടെ ഉപമ. അസ്വാബത് ഹർസ ഖൗമിൻ, അസ്വാബത് ഹർസ ഖൗമിൻ, ഒരു വിഭാഗം ആളുകളുടെ കൃഷിയിടങ്ങളിൽ അത് ആഞ്ഞടിക്കുകയുണ്ടായി. ആ കാറ്റ് ആഞ്ഞു വീശുകയുണ്ടായി. ആ കാറ്റ് അങ്ങനെ ആഞ്ഞു വീശി ആ കൃഷിയിടങ്ങളെല്ലാം നശിച്ചു പോവുകയുണ്ടായി. ആ കൃഷിയെ അശേഷം നശിപ്പിച്ചു കളഞ്ഞു. അള്ളാഹു പറയുകയാണ്, സത്യം മനസ്സിലാക്കാൻ ഒരുപാട് അവസരങ്ങൾ അവർക്കുണ്ടായിരുന്നു, പക്ഷേ അവരതൊന്നും ഗൗരവത്തിലെടുത്തില്ല. അവർ സ്വന്തം ശരീരത്തിനോട് തന്നെ അക്രമം കാണിച്ചു. അങ്ങനെ അവരവരെ തന്നെ നശിപ്പിച്ചു കളയുകയും ചെയ്തു. ഏതുപോലെ ഒരു തണുത്ത ശീതക്കാറ്റടിച്ച് അവരുടെ കൃഷിയിടങ്ങളെ നശിപ്പിച്ച് കളഞ്ഞതുപോലെ തന്നെ അവർ തന്നെ അവരുടെ ശരീരത്തിനോട് അക്രമം കാണിച്ച് ആ നന്മകളെ മുഴുവനും അവർ നശിപ്പിച്ചു കളഞ്ഞു. അല്ലാഹ് ഒരിക്കലും ആരോടും ഒരു അനീതിയും കാണിക്കുകയില്ല. അല്ലാഹ് നീതിമാനാണ്. അല്ലാഹു ആരോടും ഒരു അക്രമവും കാണിക്കുകയില്ല. പക്ഷേ വലാകിൻ അൻഫുസഹും യളിമൂൻ, ഓരോ മനുഷ്യനും അവർ തന്നെയാണ് അവരുടെ സ്വന്തം ശരീരത്തിനോട് അക്രമം കാണിക്കുന്നത്, അനീതി കാണിക്കുന്നത്. അല്ലാഹ് നീതിമാനാണ്. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഈമാനുണ്ടോ, വിശ്വാസമുണ്ടോ, നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, നിങ്ങൾക്ക് വമ്പൻ ഓഫറുകളുണ്ട്, സമ്മാനങ്ങളുണ്ട്. വിശ്വാസി അല്ലയോ, തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ഫലശൂന്യമാണ്. നഊദു ബില്ലാഹ്, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ നിസ്കരിക്കുമ്പോഴും, നമ്മൾ നോമ്പെടുക്കുമ്പോഴും, നമ്മൾ ഹജ്ജ് ചെയ്യുമ്പോഴും, നമ്മൾ ഉംറ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നാം മറക്കരുത്, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ രൂഢമൂലമായിരിക്കുന്നത് കറകളഞ്ഞ, മായം ചേരാത്ത കറകളഞ്ഞ ഈമാനായിരിക്കണം. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമായി, വികലമായ വിശ്വാസം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മങ്ങളും റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. അതിന് ഒരു മനുഷ്യൻ പാതിരാ നേരത്ത് മുഴുവനും തഹജ്ജുദ് നിസ്കരിച്ചു, ജീവിതത്തിലുടനീളം സമ്പത്ത് മുഴുവനും ചെലവഴിച്ചു, മുഴുവൻ സമ്പത്തും ചെലവഴിച്ചു, ജനങ്ങളോടൊക്കെ നല്ല പെരുമാറ്റം, ആളുകളെല്ലാം വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തു. എത്ര നല്ല മനുഷ്യൻ, എത്ര നല്ല ആബിദായ മനുഷ്യൻ. പക്ഷേ അയാളുടെ ഹൃദയത്തിലുള്ള അല്ലാഹുവിലുള്ള ഈമാൻ, വിശ്വാസം അത് വികലമായതാണ്, കലർപ്പുള്ളതാണ് എങ്കിൽ ഈ ആളുകൾ പറയപ്പെട്ടാലും ഈ ചെയ്ത അമലുകൾ മുഴുവനും ശൂന്യമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈമാനിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളാകണം. ഈമാനിൽ നിന്ന് തെറ്റിപ്പിക്കുന്ന പുതിയ പ്രവണതകൾ ഈ ലോകത്തിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ചില ആളുകൾ അതിലേക്ക് ചെന്നുപെടുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു വേർഷനാണ് ത്വരീഖത്ത് എന്ന് പറയപ്പെടുന്നത്.
ഇന്ന് തരീഖത്ത് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പുതിയ പുതിയ സമ്പ്രദായങ്ങൾ കടന്നു. ഇപ്പൊ സംഘടനയൊന്നുമല്ല, തരീഖത്ത്, പുതിയ പുതിയ തരീഖത്തുകൾ. പാവപ്പെട്ട ആളുകൾ അത് കുറെ ദിക്റുകളല്ലേ, കുറെ സ്വലാത്തുകളല്ലേ എന്ന് പറഞ്ഞ് പതിയെ പതിയെ ചെന്ന് പെട്ടിട്ട് അവസാനം സ്വന്തം ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. നമ്മൾ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യന് ഏതെല്ലാം തരത്തിലാണ് ഈമാനിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി ആളുകൾ പരിശ്രമിക്കുന്നത്. കാരണം അത് പിശാചിന്റെ കുതന്ത്രമാണ്. ശൈത്താൻ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും, ആളുകളിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അവന് ഈമാനിൽ നിന്ന് തെറ്റിയ ഒരാളെ കിട്ടിയ വലിയ സന്തോഷമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അൽഹംദുലില്ലാഹ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് തഖ്വയുള്ള ഉലമാക്കളുമായി, ഏതൊരു കാര്യത്തിലേക്കും ചെല്ലുമ്പോൾ തഖ്വയുള്ള ഉലമാക്കളുമായി, വറഉള്ള, ഇഹ്തിയാത്തുള്ള, സൂക്ഷ്മതയുള്ള, നല്ല നല്ല ഗ്രാഹ്യമുള്ള പണ്ഡിതന്മാരായി മശൂറ ചെയ്ത് കൂടിയാലോചിച്ച് വേണം ഏതിലേക്ക് നമ്മൾ എടുത്തുചാടാൻ, അല്ലെങ്കിൽ ചെന്നുപെടാൻ, അല്ലെങ്കിൽ പെട്ടുപോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا وأولئك أصحاب النار هم فيها خالدون. مثل ما ينفقون في هذه الحياة الدنيا كمثل ريح فيها صر أصابت حرث قوم ظلموا أنفسهم فأهلكته وما ظلمهم الله ولكن أنفسهم يظلمون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.